അപ്പൊ ചേച്ചി കുറെ കാലമായില്ലേ എറണാകുളത്തേക്ക് വന്നിട്ട്? ഈ ഫ്ലാറ്റിലെ ഓണം, ലൊക്കേഷനിലെ ഓണം ഒക്കെ എങ്ങനെയാ? ലൊക്കേഷനിലെ ഓണം അടിപൊളിയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ചിലപ്പോ വീട്ടിലുള്ളവരെ മിസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ 2 ഓണം മാത്രമേ ലൊക്കേഷനിൽ, മാക്സിമം ഞാൻ എനിക്ക് വീട്ടില് അമ്മ കൊച്ച്, അപ്പം ഞാൻ കുറച്ച് വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള, കുറച്ചല്ല നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് കസിൻസ് വരും, പിന്നെ മമ്മി മോള്, അപ്പൊ ഞങ്ങള് സിനിമ കാണാൻ പോകും. അങ്ങനെയുള്ള ഓണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെയാണ്. പിന്നെ ലൊക്കേഷനിലെ ഓണം നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടല്ലോ, ഓൾ ക്രൂ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അവിടുത്തെ എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാരും കൂടെ എന്താ പറയാ, എല്ലാരും സദ്യ ഒരുമിച്ച് കഴിക്കുക, പിന്നെ കുറെ ഗെയിമുകൾ, കൈട്ട് വാരുക, ഗെയിമുകൾ ഉണ്ടാവും. അത് ഭയങ്കര ഫണ്ണാണ്. അമ്മ ഓണത്തിന് വാങ്ങി തന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് എന്തായിരുന്നു? എപ്പോഴും ഡ്രസ് ആയിരിക്കും. തിരിച്ചെന്താ കൊടുത്തിട്ടുള്ളത്? അവർക്ക് എന്താ പറയാ, ഓർണമെന്റ്സ് അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കുട്ടികളാണല്ലോ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ലല്ലോ. അവർക്ക് എപ്പോഴും ഡ്രസ്സിനോടാണ് കൂടുതലും. ഞാൻ ഒരു കാര്യം കിട്ടി, ശരിക്കും നിങ്ങളെ കാണുമ്പോഴില്ലേ എനിക്ക് പോലും അസൂയ തോന്നുന്നു. ഇങ്ങനത്തെ ഒരു അമ്മേനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ. ഭയങ്കര ചില്ല അമ്മ അല്ലേ? അതെ, ആണാണ്. ഈ മറ്റേ ഈ പ്രേമത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോ അമ്മ എന്താ പറയാറ്? അങ്ങനെ പ്രേമിച്ചു പ്രായം എങ്ങനെയല്ലേ, അപ്പൊ ലൈക്ക് പ്രേമിക്കുന്ന തെറ്റൊന്നുമില്ലല്ലോ. പ്രേമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മീൻസ് ഇഷ്ടം, ഇപ്പൊ ഒരാളോട് ഒരു ക്രഷ് തോന്നിയാൽ അത് എന്താ പറയാ, ആണുങ്ങൾക്ക് മാത്രല്ല പെണ്ണുങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷ് എന്ന് പറഞ്ഞാൽ, ക്രഷ് തോന്നാത്തവർക്ക് എന്തോ വേറെ അസുഖം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. മനസ്സ് ശരിയല്ല, അല്ലെങ്കിൽ അവരെ വേറെ രീതിയിൽ അവർക്ക് എന്തോ അസുഖമുണ്ട്, എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. ക്രഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരോടും തോന്നാം. അപ്പൊ ക്രഷ് തോന്നാം, ഇഷ്ടം എന്ന് പറയാം, പക്ഷേ അതിന് അതിൻ്റെതായ സമയമുണ്ടെന്ന് ഞാൻ പറയാം. അതെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 40കളിൽ സ്ത്രീകളുടെ പ്രണയം ഭയങ്കര അടിപൊളിയാണെന്ന്. അതെ, ആയിട്ടില്ല, ആയി കഴിഞ്ഞിട്ട് പറയാം. പിന്നെ 40 കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ പറയുകയാണെങ്കിൽ നമുക്കിനി കുറച്ച് പുസ്തക ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ്. നമുക്ക് അങ്ങോട്ടും തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയായിരുന്നു നിന്റെ ലൈഫിൽ നീ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്നത്? കുട്ടിക്കാലത്തെ ഓണമാണോ, ഇപ്പോഴത്തെ ഫുഡല്ല, ഫുഡ് മാറ്റി ഞങ്ങൾ അവിടെ ഓണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓണമായാലും വിഷു ആയാലും ബിരിയാണിയാണ് ഞങ്ങൾ ഉണ്ടാക്കുക. എവിടെയാ? കണ്ണൂര്. ഓ, ബിരിയാണിയാണോ? ബിരിയാണി, പപ്പടം, അതിന്റെ സൈഡിലൊരു പൊരിച്ചമീൻ. ഇതാണ് പപ്പടം ഇങ്ങനെ കൊഴിച്ച് കൂട്ടിട്ട് പപ്പടം അതിന്റെ സൈഡിലൊരു പൊരിച്ചമീൻ. ഇതാണ് നമ്മളുടെ ഒരു ഫുഡ് എന്ന് പറയുന്നത്. ഒരു ദിവസം വീട്ടിലേക്ക് വരും, ഉറപ്പായിട്ടും. വിളിച്ചു കേട്ടോ, ഇനി വരും. വരണ്ട, വെറുതെ ഇതിനകത്ത് ഇന്റർവ്യൂവിൽ ഫോർമാലിറ്റി ആയിട്ടൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ വന്നിരിക്കും. അപ്പൊ നമുക്ക് പോട്ടോ അവളുടെ വീട്ടില്. ഇവിടെ എറണാകുളത്ത് ഉണ്ടായിട്ട് നമ്മളെ വീട്ടിലേക്ക് വിളിച്ചില്ല. ഞാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്നു. കേട്ടോ, നിങ്ങൾ എല്ലാവരും അടുത്ത ക്രിസ്മസിന് വീട്ടിലേക്ക് വരണേ. അല്ല, ഓണം ഇപ്പം 2027 ക്രിസ്മസിനാണോ ഉദ്ദേശിച്ചത്? 2027 ചിലപ്പോ 2027 കഴിഞ്ഞിട്ട് വന്നാൽ മതി. ചിലപ്പോ അപ്പോഴേക്കും ഞാൻ ഇനിയിപ്പൊ അടുത്ത വർഷം ബിഗ് ബോസിലൊക്കെ പോയാലോ. ചേച്ചി ബിഗ് ബോസ് പോയ എങ്ങനെയായിരിക്കും? ആരെ പോലെ ആയിരിക്കും ഈ സീസണില്? അനുവിനെ പോലെ ആയിരിക്കും. ആണോ? ആരെ പോലെ ആയിരിക്കും അമ്മ പോയി കഴിഞ്ഞാ? അങ്ങനെ ആരെയും പോലെ അല്ല, അമ്മ അമ്മയായിരിക്കും. ചേച്ചി അനുമോളെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അക്ബറിന്റെ തഗ്ഗൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അവന് ഈ എന്താ പറയാ, എല്ലാരും കുറിച്ചും പാട്ടൊക്കെ ഉണ്ടാക്കൂല പെട്ടെന്ന്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാട്ടോ. കുസൃതി ചോദ്യമാണ്, സീരിയസ് അല്ല, PSC അല്ല. ഇത് PSC പരീക്ഷയല്ല? അല്ല അല്ല അല്ല. പിന്നെ എന്ത് പരീക്ഷയാ? ഇതിന് ഈ പരീക്ഷയ്ക്ക് ഒരു പേരിടാവോ? ഇതിന്റെ പ്രൈസ് എന്താന്നറിയോ? എന്താണ്? 2 പേർക്കും തായ്ലൻഡിൽ ഒരു ട്രിപ്പ് പോവാ. ഇത് വിജയിച്ചു കഴിഞ്ഞാ ചെറുതായിട്ട്. നീ എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? നീ എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? മലയാളം പഠിച്ചിട്ടില്ലേ? നീ എന്ന് നമ്മളെല്ലാരും വിളിച്ചാണ് ഉണ്ടായത്. നീ എന്ന വാക്കോ? ഞാൻ തമാശ പറഞ്ഞപ്പോ ഇത്ര സീരിയസിലേക്കൊന്നും പോണ്ട. അല്ല, വേണ്ട. നീ എന്ന വാക്ക് നമ്മളെല്ലാരെയും നീ എടാ അല്ല തെറ്റിപ്പോയി. നീ എന്ന വാക്കോ? അയ്യോ,
എടി നായുടെ കൂടെ ഒരു വള്ളിയും കൂടി ഇട്ടപ്പോ നീ നായി അതെ അതെ അതാണ്. ഞാൻ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. എനിക്ക് നമ്മൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ നേരത്തെ ക്വസ്റ്റ്യൻ അയച്ചു തന്നിരുന്നോ? ഇല്ല. ഏയ് ഞങ്ങൾ ആ ടൈപ്പ് അല്ല. അടുത്തത് റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. റേഷൻ കടയിൽ പോയി ക്യൂ നിന്നിട്ടുണ്ടോ? റേഷൻ കാർഡില്ലേ കൂടി പൊട്ടിക്കളി. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. നിനക്ക് ഏറ്റവും കൂടുതൽ ട്രോള് വരും. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. ആ റേഷൻ കടയിൽ എല്ലാ റേഷനും കിട്ടും, പക്ഷെ കിട്ടാത്തൊരു റേഷൻ ഉണ്ട്. അത് ഏത് റേഷനാണ്? മാത്സിൽ പഠിക്കുന്ന റേഷൻ അല്ല. ആക്ച്വലി ഏത് റേഷൻ? ഇല്ല, പണ്ട് പഠിച്ചതാ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ആ, വല്ല റിലേഷൻഷിപ്പ് ആണോ ഉദ്ദേശിച്ചത്? അല്ല അല്ല അല്ല. അറിയത്തില്ല. മോഡറേഷൻ. ഓ മോഡറേഷൻ. അടുത്ത ചോദ്യം, പറക്കാൻ പറ്റാത്ത കിളി. പൈങ്കിളി. അല്ല. അയ്യോ, അമ്മ ഇത്ര ഊളായിരുന്നു. പറക്കാൻ പറ്റാത്ത കിളി. ചേച്ചി പണ്ട് ഇതുപോലെ ഇത് കുസൃതി ചോദ്യമൊക്കെ ഉണ്ടായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പോ? രാക്കിളി. അല്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം. ആ, പറക്കാൻ പറ്റാത്ത കിളി. പറക്കില്ല. കിളിമീനായിരിക്കും. ക്രിഞ്ചല്ലേ കിളി. ഞാൻ ചോദ്യം വിചാരിച്ചപ്പോ പോലും പ്രതീക്ഷിച്ചില്ല കിളി. ഓപ്ഷൻസ്. ഓപ്ഷൻസ് എന്തെങ്കിലും ഒരു ക്ലൂ. അല്ലെ ക്ലൂ. നമ്മൾ ശരീരത്തിലുള്ള ഒരു കിളിയാ. ശരീരത്തിലുള്ള കിളിയോ? ആ, ശരീരത്തിലുള്ള കിളിയോ? ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. അതാണ് 18+ എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അത് നിനക്കറിയാം. കിളി കിളി ശരീരത്തിലുള്ള കിളി. കിളി. മോശം. ചേച്ചി ആലോചിക്കൂ, ചേച്ചിന്റെ റേഞ്ച് വെച്ച് ആലോചിക്കും, അപ്പൊ കിട്ടും. നിന്റെ റേഞ്ചിലേക്ക് എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആലോചിക്കാൻ സമയം വേണം. അയ്യോ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ആരാണെങ്കിലും നല്ല ആളാട്ടോ. അപ്പുറം ഇരിക്കുന്നുണ്ട്. അറിയില്ല, പറഞ്ഞു. അറിയത്തില്ല. ഇക്കിളി. ഇതെങ്ങനെ ശരീരത്തിന്? ശരീരം ഇക്കിളിയാക്കുന്നില്ല. ഒരു കിളിയാക്ക്. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് കിളി കുറച്ച് കൂടുതലാ. അയ്യോ. പ്രായമല്ലോ. അതെ അതെ. അടുത്തത്, ഒരിക്കലും പറക്കാത്ത കാക്ക. അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച് വെള്ളം തരുമോ? കുറച്ച് എനിക്ക് തരാമേ. ഒരിക്കലും പറക്കാത്ത കാക്ക. ആ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെ മുന്നേ കണ്ടിട്ടുണ്ടോ? മിമിക്രി ചെയ്യോ? കാക്കയുടെ സൗണ്ട് എടുക്കും. എന്ത് ക്വസ്റ്റ്യനാ? ഒരിക്കലും പറക്കാത്ത കാക്ക. 2 സെക്കൻഡ് സമയം. ഇതൊരു മനുഷ്യനാണ്. സുലൈമാൻ കാക്ക. ഏകദേശം അടുത്തെത്തി. ആ. അവിടെ അങ്ങോട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ ഞാൻ പാസ്. എനിക്കറിയില്ല. അറിയത്തില്ല. ഓക്കെ, ഇക്കാക്ക. ഇതെല്ലാം ഞാൻ അല്ല, അത് സുലൈമാൻ കാക്ക. ഇക്കാക്ക. ഓക്കെ. മനുഷ്യന് ആദ്യമായി ചവിട്ടിയ പാത്രം. ഗർഭപാത്രം. അതൊരു അമ്മക്കേ അത് മനസ്സിലാവുമല്ലേ. അടുത്തത്, ഒരിക്കലും കായ്ക്കാത്ത മരം. വീട്ടില് മരമൊക്കെ ഉണ്ടോ? ഇല്ല. ഫ്ലാറ്റ് അല്ലേ? നേരത്തെ ചോദിച്ചോളൂ. കോട്ടയത്തെ വീട്ടിലില്ലേ അല്ലേ? മരങ്ങളുണ്ട്. ആ, പറ. ഒരിക്കലും കായ്ക്കാത്ത മരം. ഒരിക്കലും കഴിക്കാത്ത മരം. അയ്യോ, മഴക്കാറല്ല. അല്ലല്ലോ, പോണ്ടി. മരം. മഴയല്ല, മരം. നീ പറയണ്ട, വാ തുറക്കണ്ട. നിനക്ക് ഒരുപാട് ട്രോൾ വരാൻ ചാൻസ് ഉണ്ട്. നീ വാ തുറക്കരുത്, അടി പഠിക്കും. കാളാ സായിപ്പല്ലേ അതേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? അതെ. മരം.
ആ നമ്മുടെ റോഡിലൊക്കെ കാണാം ഈ മരം. സമരം. ഇത്ര ബുദ്ധിമതിയായ അമ്മയല്ലേ. അതെ. സമ്മതിക്കണം എന്നെ. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി. എനിക്ക് എന്നിൽ തന്നെ അഭിമാനം തോന്നി. സിനിമകളില്ലാത്ത ആക്ഷൻ. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. ചേച്ചി അഭിനയിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് ഉത്തരം പറയേണ്ട ഭയങ്കര ആവശ്യമാണ് കേട്ടോ. പറഞ്ഞോളൂ. സിനിമകളില്ലാത്ത ആക്ഷൻ. ആക്ഷൻ കട്ട് പറയുന്ന ആക്ഷൻ അല്ല അല്ല, അത് സിനിമകളിലുള്ള ആക്ഷൻ ആണല്ലോ. ഇതിനും കൂടി ഒരു ക്ലൂ. ഇല്ല ഇല്ല, ഇത് ക്ലൂ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ക്ലൂ. മെഡിക്കൽ ഷോപ്പിലുണ്ടാവും. റിയാക്ഷൻ ആണോ? അല്ല അല്ല അല്ല, അത് ഇതാണല്ലോ. മെഡിക്കൽ ഷോപ്പിലുള്ള ആക്ഷനോ? ആലോചിക്ക്, ഇത്ര ബുദ്ധി ഇല്ലേ? മെഡിക്കൽ ഷോപ്പിലുള്ള ആക്ഷൻ. ഇഞ്ചക്ഷൻ. ഹോസ്പിറ്റലല്ലേ പറഞ്ഞത്? അല്ല, ഒരു മെഡിക്കൽ ഷോപ്പിലുള്ള ആക്ഷൻ. വിക്സ് ആക്ഷൻ. കറക്റ്റാ? ആണോ? എന്നിട്ടാണോ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ? വിക്സ് ആക്ഷൻ. ഓ, ഇതെനിക്ക് അറിയില്ലായിരുന്നു. പറ്റില്ല. കളകളി. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. ചേച്ചി ചെറുപ്പത്തിലെ സുന്ദരിയായിരുന്നു അല്ലേ? ഞാൻ അന്നും ഇന്നും എപ്പോഴും സുന്ദരിയാണ്. എന്താണ് ചേച്ചി എനിക്ക് എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? എന്താ? അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല. ഇല്ല, എന്തെങ്കിലും പറ. എന്തെങ്കിലും പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല. ഈ സൗന്ദര്യം മാത്രമാണോ, കാഴ്ചശക്തി ഉണ്ടോ, നമ്മളൊന്ന് പരിശോധിക്കാൻ പോവാ. എന്താണ് അടുത്ത ഗെയിം? അടുത്ത ഗെയിം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമ്മൾ വീട്ടിലെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ നമ്മളൊരു ഡ്രസ്സ് കീറിയാൽ എന്താ ചെയ്യാ? തുന്നും. അപ്പൊ സൂചി നൂലും കുറക്കാം. ഇതില് ഞാൻ പെട്ടു മോളെ. എനിക്ക് കാഴ്ചശക്തി ഉണ്ട്. അത് നമുക്ക് അറിയാലോ, അത് നമുക്ക് എല്ലാരും കാണിക്കണം. പണിയാണ്. അപ്പൊ രണ്ടുപേർക്ക് സൂചി കയ്യിൽ കിട്ടി. ഇനി കോർത്തോളൂ. നേരത്തെ മത്സരത്തിൽ മകളാണ് ജയിച്ചത്, അത് നമുക്കറിയാലോ. അയ്യോ, എനിക്ക് കണ്ടു കാണുന്നില്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഓർക്കണം. അപ്പൊ അയ്യോ, ഞാൻ കോർത്താ പറ്റൂലട്ടാ. കറക്റ്റ് അതിലത്തേക്ക് തന്നെ നൂല് കൊണ്ടുവരണം കേട്ടോ, എന്നാലേ തായ്ലാൻഡിലേക്ക് ട്രിപ്പ് ഉള്ളൂ. വെറുതെ ചുമ്മാ കൊതിപ്പിക്കല്ലേ മോളെ. കേറുന്നില്ല. ഇത് കേറുന്നില്ല കേട്ടോ. അങ്ങോട്ട് ചെയ് കുമാരേട്ടാ. ചിരിക്കാൻ മാത്രം അറിയാം പെണ്ണിന്. തിരിച്ച് ഞാൻ പണി തരും കേട്ടോ. എന്റെ ജസ്റ്റ് കേറിയത് ഇപ്പൊ 2 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ കേട്ടോ. ചെയ്യേണ്ടതാ. 2 സെക്കൻഡ്. ചേച്ചി പോയി. ഞാനും ചെയ്തു. ഞാനാ ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിന് ഗിഫ്റ്റ് ആയിട്ട് തായ്ലൻഡിലേക്ക് ഈ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സ്പോൺസർമാർ വരും. അപ്പൊ തരാം. അപ്പൊ 2 മത്സരങ്ങളിലും വിജയിച്ചത് നമ്മളെ മകളാണ്. നിയക്കുട്ടിയാണ് 2 മത്സരത്തിലും വിജയിച്ചത്. അപ്പൊ നിയക്കുട്ടിക്ക് വലിയൊരു കയ്യടി. താങ്ക് യു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലൊരു അമ്മയെ നമ്മളെല്ലാരും കൊതിക്കുമല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പൊ ഇതുപോലൊരു മകളെ ഇത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കോൺഫിഡൻസോടു കൂടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് തരികയാണ്, മകളുടെ സമ്മതത്തോടു കൂടി കേട്ടോ. കൊടുക്കത്തോട്ടെ? കൊടുത്തു. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് 2 പേർക്കുള്ള ഒരു ഓണ സമ്മാനം. പക്ഷെ മകളുടെ സമ്മതത്തോടെ ഞങ്ങൾ അമ്മക്ക് കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇഷ്ടമായോ? ഇഷ്ടായി. അപ്പൊ മകള് ജയിച്ചു, പക്ഷെ നമ്മൾ അമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തു. നമ്മൾ കൊടുത്ത ഗിഫ്റ്റാ. ഇനി മോക്ക് എന്താണ് അമ്മക്ക് കൊടുക്കാനുള്ള ഒരു ഓണ സമ്മാനം? ആലോചിക്കേണ്ടി വന്നില്ല കേട്ടോ, അപ്പൊ തന്നെ കൊടുത്ത് ഹൃദയത്തിൽ നിന്ന് വന്നൊരു ഉമ്മയാണ്. എന്റെ ചക്കരയാ. തിരിച്ചു കൊടുത്തു. അപ്പൊ ചേച്ചി ഇത്രയും സമയം നമ്മളുടെ കൂടെ ഇരുന്നു, നമ്മളോട് കുറെ സംസാരിച്ചു. ഫണ്ണായിരുന്നു മൊത്തം.
അതെ, നമ്മൾ ഒരുപാട് എല്ലാവരും അതെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ചിരിച്ചു, നമുക്ക് ഇനിയും നമ്മൾ ഓണം ആഘോഷിച്ചു. അതെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ മകളെയും ആ ഒരു ഇഷ്ടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ഓണാശംസകൾ. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. മോനും ഒരു ഓണാശംസകൾ. അപ്പൊ ആൻ ചേച്ചി ഇത്തവണ നമ്മളുടെ കൂടെ മകളെയും കൂട്ടി ഓണം ആഘോഷിച്ചു. ഇനി അങ്ങോട്ട് ലൈഫ് ഫുൾ കളർ ആവട്ടെ, എല്ലാവിധ സന്തോഷങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് സീരിയലുകളിൽ അഭിനയിക്കണം. നമ്മൾ പ്രേക്ഷകർ കട്ട വെയിറ്റിംഗ് ആണ് അടുത്ത കുറെ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓണം അടിപൊളിയാവട്ടെ. താങ്ക് യു. ഞാനും എൻ്റെ മോളും ഈ ഓണം സീരിയൽ ടുഡേയോടൊപ്പം.